ഹലോ, ഇന്ന് നമ്മുടെ പൊന്നുണ്ണി കുഞ്ഞിൻ്റെ 7ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞങ്ങളൊരു ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീകുട്ടൻ ഇരുന്നെല്ലാം കണ്ടിച്ച് ഉറക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ നശിപ്പിക്കേണ്ട ആളാട്ടോ കിടന്നുറങ്ങുന്നത്. പിന്നെ നമ്മുടെ ബ്യൂട്ടി ക്വീൻ അവിടെ ഒരുക്കവും തുള്ളിച്ചാട്ടവും ഉത്സാഹവും ഒക്കെയാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ പിണങ്ങാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഈ ചിരിയും കളിയൊക്കെ നിർത്തിയിട്ട് ഇപ്പം നിസ്സാര കാര്യത്തിന് വരെ ഇപ്പം പിണങ്ങി പോവും. പിണങ്ങി വന്ന് കിടക്കുന്നു. ഞങ്ങൾ ആരും തന്നെ വിളിക്കാൻ പോകത്തില്ല. കാര്യം അവൾ ചെറിയ കാര്യത്തിന് വരെ ഭയങ്കര പണക്കവും മുഖം വീർപ്പിച്ചങ്ങിരിക്കും. വന്നിരിക്കുന്നു. ഞങ്ങൾ ആരും വിളിക്കാത്തത് കൊണ്ട് തന്നെ തിരിച്ചു വന്നതാണ്. പിന്നെ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞൂട്ടൻ്റെ 7 മാസവും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 7 മന്ത്സിന് ഒരു 7 എന്നൊക്കെ എഴുതി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബലൂണൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിമോക്ക് മനസ്സിലായി ആരും വിളിക്കത്തില്ല, അതുകൊണ്ട് തന്നെത്താനെ വന്നതാണ്. എല്ലാം റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മമ്മിക്ക് കാല് വയ്യാത്തത് കൊണ്ട് മമ്മി അവിടെ സൈഡിൽ മാറി നിൽക്കുക. അമ്മ ഇനി കസാരയൊക്കെ ഇട്ട് എവിടെയെങ്കിലും ഇരുത്തണം. ഇതാണ് ഒരു ചെറിയ ഡെക്കറേഷൻ. പിന്നെ കറ്റാനം കേക്ക് വള്ളിയിൽ നിന്നൊരു കേക്കൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇനി നടക്കുന്നത്. നമ്മുടെ പൊന്നുണ്ണി ഒരു വണ്ടിപ്രാന്തനായതുകൊണ്ട് അവന് ഞങ്ങളൊരു JCB ഒക്കെയാണ് കേക്കായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത്. അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. JCB ഒക്കെ കണ്ടതിൽ ഹാപ്പിയായിട്ട് എക്സൈറ്റഡ് ആയിട്ടൊക്കെയാണ് കേക്ക് മുറിക്കാനായിട്ട് നിൽക്കുന്നത്. അവന് 2 പല്ലില്ലെന്നുള്ളൊരൊറ്റ കുഴപ്പമേ ഉള്ളൂ. ബാക്കി ഒരു പ്രശ്നമില്ല. അവൻ ഫുള്ള് വൈബ്രേഷനിലായിരുന്നു. തുള്ളിച്ചാടി ബഹളമൊക്കെ വെച്ചിട്ട് നിന്നാണ് കേക്കൊക്കെ മുറിച്ചത്. കണ്ടില്ലേ, അവൻ സ്വന്തമായിട്ട് കേക്കൊക്കെ മുറിച്ചു സ്വന്തമായിട്ട് അങ്ങ് കഴിച്ചു. ഞങ്ങൾക്ക് ആർക്കും കൊണ്ട് തന്നില്ല ആദ്യം. പിന്നെ ഞങ്ങളൊക്കെ ചേച്ചി ഞങ്ങൾക്ക് കൂടെ ഒക്കെ കൊണ്ട് താഴെ എന്നൊക്കെ പറഞ്ഞാണ് അവൻ ഞങ്ങൾക്കെല്ലാം കൊണ്ട് തന്നത്. മമ്മിയെ ആ സൈഡിലൊരു കസാരയൊക്കെ ഇട്ട് ഇരുത്തിയിട്ടുണ്ട്. മമ്മിക്ക് കാലൊക്കെ വയ്യാതായി. അപ്പോൾ അത് കാരണം മമ്മിക്ക് നടക്കാനും നിൽക്കാനും ഒന്നും വയ്യ കുറേ നേരം. അതുകൊണ്ട് മമ്മി അവിടെ ഇരുത്തി. പിന്നെ ഞങ്ങളുടെ പിണക്കക്കാരി ഉണ്ണിപ്പെണ്ണിന് എന്തായാലും കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഇടിനാശവും വെള്ളപ്പൊക്കം ഉണ്ടാവും. അതുകൊണ്ട് അവൾക്ക് കൊണ്ടുവന്ന് അവൻ ആദ്യമേ കൊടുത്തു. പിന്നെ എനിക്കും കൊണ്ടു തന്നു. ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കഴിച്ച് ഹാപ്പിയായി. പിന്നെ ഞങ്ങളുടെ പിണക്കക്കാരിയുടെ കയ്യിലാണ് എല്ലാം അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള വീടുകളിലേക്കെല്ലാം കൊടുക്കാനായിട്ട് കേക്കെല്ലാം കട്ട് ചെയ്ത് പിണക്കക്കാരുടെ കയ്യിലാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. അല്ലെ പിന്നെ അതിന് പിണങ്ങിയിരിക്കും. അതുകൊണ്ട് അവളുടെ കൊടുത്തു വിടും. അവൾ എവിടോട്ട് പോയാലും പൊന്നുണ്ണി എസ്കോട്ടായിട്ട് പുറകിന് പോകും. അവൾ കേക്കും കൊണ്ട് ഇപ്പം അപ്പുറത്തിപ്പുറത്തൊക്കെ പോവും. ആ പുറകിന് തന്നെ പൊന്നുണ്ണിയും ശ്രീകുട്ടനും കുഞ്ഞുണ്ണിയും ഒക്കെ പുറകിന് പോയിട്ടുണ്ട് സെക്യൂരിറ്റി ഗാർഡായിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടെല്ലാം തയ്യാറായി. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു ഫുഡ്. പിന്നെ മമ്മി നോൺ വെജ് കഴിക്കത്തുണ്ട്. മമ്മിക്ക് മാത്രമായിട്ട് സദ്യ എല്ലാം റെഡിയായി. പിന്നെ മമ്മി സദ്യ കഴിച്ചു. ഞങ്ങളെല്ലാം പുറത്തിരുന്ന് സിറ്റൗട്ടിലിരുന്നാണ് ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചത് കേട്ടോ. റോഡിൽ കൂടെ ആൾക്കാരൊക്കെ പോകുന്നതൊക്കെ കണ്ട് കുഞ്ഞുണ്ണി ഭയങ്കര ഹാപ്പിയായിരുന്നു. റോഡിലൊക്കെ ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു. ഏറ്റവും ലാസ്റ്റാണ് ഞാനും ചിന്നുമോളും കഴിച്ചത്. ഏറ്റവും ലാസ്റ്റ് കഴിച്ചാൽ ഒരുപാട് കഴിക്കാമെന്നാണ് അവൾ പറയുന്നത്. സത്യമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇതാണ് അമ്മൂമ്മയും കൊച്ചുമക്കളും. 4 കൊച്ചുമക്കളും അമ്മൂമ്മയും. ഉണ്ണിയും പൊന്നുണ്ണിയും കുഞ്ഞുണ്ണിയും കുഞ്ഞൂട്ടനും അമ്മൂമ്മയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി തൊട്ടടുത്ത 2 മാസങ്ങളിൽ ഞങ്ങളുടെ വീട്ടിൽ ബർത്ത്ഡേ ആണ്. അപ്പോൾ അടുത്ത മാസത്തെ ബർത്ത്ഡേ ആരുടെയാണ് അടുത്ത മാസത്തെ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ടാറ്റാ.